ഹലോ ഗൈസ്, വീഡിയോയില് പറഞ്ഞ പോലെ തന്നെ കക്കാനൊന്നും പോവല്ല കേട്ടോ. ഞങ്ങള് കൂടുതൽ രാത്രികളിൽ നടന്നിട്ടാ പോവാ. നമ്മുടെ വീടിന്റെ അവിടെ ബാക്കിൽ ഒരു പാടമുണ്ട്. അപ്പൊ ആ പാടത്ത് കൂടെ ഞങ്ങൾ എപ്പോഴും പെരുമ്പിലാവുക്ക് അതേപോലെ തന്നെ അൻസാർ സ്കൂളിന്റെ അവിടോട്ടും പോകും. അൻസാർ സ്കൂളല്ല, അൻസാർ ഹോസ്പിറ്റലിന്റെ അവിടെ നമുക്കൊരു വിദ്യാലോകം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാട്ടോ. ഇവിടെ നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളും ഈവൻ ഞാനാണെങ്കിൽ പോലും ഇതൊക്കെ കാണേണ്ടതാണ്. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മളൊന്നും കാണാത്ത ഒരുപാട് സിനിമയുടെ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ കാണാത്ത പെരുമ്പിലാവും, നമ്മൾ കാണാത്ത ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും. ഈ എന്താ പറയാ, വിദ്യാലോകം എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതെന്താ നിങ്ങക്ക് പറയാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഇത് പണ്ട് നമ്മൾ ഈ പഴയ വീടുകൾക്കൊക്കെ കയറുമ്പോഴുള്ള ഒരു സംഭവമാണത്. അതേപോലെ തന്നെ ഈ ഒരു വാട്ടറിന്റെ ഒരു ചെറിയൊരു ഡിസ്ലിംഗ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ തന്നെ വിദ്യാലോകം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അക്കിക്കാവോ അതേപോലെ തന്നെ ഓട്ടോ പാർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെല്ലുമ്പോൾ തന്നെ ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ. കൂടുതൽ ഈ ബഡ് ചെയ്ത മരങ്ങളാണ്. അതേപോലെ തന്നെ പ്ലാവൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ നമ്മളെ പെരുമ്പിലാവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ പെരുമ്പിലാവ് ആയിരുന്നു ഇത്. അപ്പൊ ഇത് വിദ്യാ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അപ്പുറത്തെ ഒരു ടീമുണ്ട്. അപ്പൊ അവരുടെയാണ് ഇത്. ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ആണുള്ളത്. പഴയ കാലത്തെ റെസ്റ്റോറൻറ്റ്സ് കണ്ടോ. ചെമ്മീനൊക്കെ, ഞാൻ ഇതുവരെ ചെമ്മീൻ പടം കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കണ്ടോ, പലചരക്ക് വ്യാപാരം ഒക്കെ ഓട് വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ഉമ്മയും ഞങ്ങള് മാമിമാരും എല്ലാരും ഉണ്ടായിരുന്നു. കിളികളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കുട്ടികളെല്ലാം കൂടിയിട്ട് കുറെ പടങ്ങൾ കണ്ടു. അടിമകൾ, അതേപോലെ തന്നെ രമണൻ, ചെമ്മീന്. സത്യം പറഞ്ഞതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ പെരുമ്പിലാവ് ചന്ത. ഈ പെരുമ്പിലാവിനെ എപ്പോഴും അറിയപ്പെടുന്നത് വെച്ച് പെരുമ്പിലാവ് ചന്ത എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് പഴയ കാലത്തെ തിയേറ്റർ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ പണ്ടത്തെ തിയേറ്റർ ഇങ്ങനെ ആയിരുന്നു. നല്ല രസം കാണാൻ. ഈ നിൽക്കുന്ന എന്റെ അനിയത്തിമാരാണ്. ഇപ്പൊ എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കാനൊന്നും പറ്റില്ല. അതേപോലെ തന്നെ കണ്ടോ, നമ്മുടെ എല്ലാ പഴയകാല നടന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഔഷധിശാല അതൊക്കെ കണ്ടോ. അതേപോലെ തന്നെ പണ്ടത്തെ കാലത്ത് നമ്മുടെ കിണറാണ് ഇട്ടത്. കിണർ ഇതേപോലെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇവരെല്ലാരും എത്തിച്ചു നോക്കിയപ്പോ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ലെറ്റർ ബോർഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മളിപ്പോഴും ഉണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ റെയറാണ്. അതേപോലെ തന്നെ ഈ തട്ട് പോലെ മോളിലേക്ക് കയറാനുള്ള ഒരു സംഭവം. പിന്നെ ഉള്ളത് വരുന്നത് ഇതേപോലെ കുറെ റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. എല്ലാ റെസ്റ്റോറന്റും ഓട് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു വെള്ളം, ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ വെള്ളമൊക്കെ ആയിട്ട് അവിടെ അത്യാവശ്യം മീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെല്ലാരും കൂടി അവിടെ ഇരുന്നു. ഞങ്ങളെല്ലാരും ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടോ. പിന്നെ വീണ്ടും ഒരു ഫിലിമിന്റെ പോസ്റ്റർ കണ്ട്, സർപ്പം സഞ്ചാരം, അങ്ങനെ കുറെ കേട്ടോ. ഇതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഞാനെന്നല്ല, നമ്മളാരും ഒരുപാട് പേര് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും അങ്ങനെ ഇത്രയൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ. കാണാൻ തന്നെ ആജിട്ട് അവള് ബാംഗ്ലൂർ ആയിരുന്നു, ഇപ്പൊ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഇവിടെ അത്യാവശ്യം കഴിക്കേണ്ട അത്യാവശ്യം സാധനങ്ങളുണ്ട്. പഴംപൊരി, ചായ, പൊറാട്ട, ബീഫ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഹെവി ഫുഡ് ഒന്നല്ല. ഇവിടെ കണ്ടോ, ഈ ബഡ് ചെയ്തിട്ടുള്ള പ്ലാവ് മരം നല്ല രസാട്ടോ. കുഞ്ഞ ചക്കൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം പാർക്കിംഗ് ഫെസിലിറ്റിയും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മള് ഈ ചക്ക ഞാൻ ഇതേപോലെ തൊട്ട് നോക്കിട്ടോ. അതേപോലെ തന്നെ കടച്ചക്ക ഉണ്ട്. കടച്ചക്ക ഇപ്പൊ കാണാൻ നല്ല പാടാണ്. ഒരുവിധം എല്ലാ സ്ഥലത്തും ഇല്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഇതിന്റെ നേരെ ഞങ്ങൾ ഈ നടന്നു പോണതിന്റെ അടുത്താണ് ഈ അൻസാർ ഹോസ്പിറ്റൽ. അൻസാർ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് ഈ വിദ്യാലോകം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നല്ല ആസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ ഉള്ളത്. വിദ്യാ റെസിഡൻസി ഉണ്ട് അവിടെ. നമുക്ക് കല്യാണങ്ങളൊക്കെ നടത്താൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്